എന്തോ ഒരു സൗണ്ട്. സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ തന്നെ പിന്നെ തിരിച്ചിരിക്കുകയാണ് നമ്മുടെ മൈൻക്രാഫ്റ്റ് ആയിട്ട്. സോ ഗൈസ് നമ്മൾ പുതിയ ഹാർഡ് കോർ സീരീസ് തുടങ്ങാൻ പോവാണ്. യെസ് ഗൈസ്, ഭയങ്കര ഹാർഡ് കോർ. പക്ഷേ നമ്മൾ ഈ പ്രാവശ്യം ഡൈനോസോഴ്സിലൂടെയാണ് നമ്മൾ ഹാർഡ് കോർ കളിക്കാൻ പോകുന്നത്. സോ ഗൈസ്, നമ്മുടെ വേൾഡിൻ്റെ പേര് ഹാർഡ് കോർ എന്നാണ് ഈസിട്ടേക്കുന്നത്. പിന്നെ നമുക്ക് മൾട്ടിപ്ലെയർ ഗെയിം ഓഫാണ്, ചീറ്റ്സ് എല്ലാം ഓഫാണ്. ജസ്റ്റ് ആഡ് ഓൺ മാത്രമാണ് ഈസിട്ടുള്ളൂ. നമുക്ക് എന്തായാലും നമ്മുടെ വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ വേൾഡ് ലോഡായിട്ടുണ്ട്. ഓ ഗൈസ്, ഫോൺ കുഴപ്പമില്ല. ഇതുവരെ നമ്മൾ ഡൈനോസോഴ്സിനൊന്നും കണ്ടിട്ടില്ല ഗൈസ്. നമ്മൾ അതിൻ്റെ ഗൈഡ് ബുക്ക് നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട്. സോ ഗൈസ്, നമുക്ക് എന്തായാലും വുഡ് കട്ട് ചെയ്ത് തുടങ്ങാം. ഗൈസ്, നമ്മൾ അതിനുള്ള വുഡെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനെ പോയി. സോ ഗൈസ്, അവിടെയുള്ള ഏതോ ഒരു ജീവനെ തൂക്കൊണ്ട് പോയിട്ടുണ്ട് ഗൈസ്, മറ്റേ പറക്കണ സാധനം. ഓക്കെ, പറക്കണ സാധനം. നമ്മുടെ പഴയ ഹാർഡ് കോർ സീരീസ് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, അത് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് കയറുന്നു. സോ എഡിറ്റ് ചെയ്യാൻ പറ്റാണ്ട് വന്നു. പിന്നെ നമ്മുടെ വേൾഡിൽ ഒരുപാട് പ്രോഗ്രസ് ആയിരുന്നു. ആ വീഡിയോയിലായിരുന്നില്ല, ആ വീഡിയോ പോവുകയും ചെയ്തു ഗൈസ്. അങ്ങനെ അത് മൊത്തത്തിൽ മൂഞ്ചി പോയി ഗൈസ്. നമുക്ക് എന്തായാലും ഇനി ഈ ഹാർഡ് കോർ സീരീസ് കണ്ടില്ല ഗൈസ്, പേടിക്കണ്ട ഗൈസ്. നമ്മൾ പുതിയ ഫോൺ എടുത്തു ആൻഡ് ഇതിൽ അത്യാവശ്യം സ്റ്റോറേജ് ഉണ്ട്. സോ നോ സീൻ. സോ ഗൈസ്, ഇനി ഭയം കുഴപ്പമില്ല കേട്ടോ. നമുക്കിവിടെ വീട് വയ്ക്കുവാണെങ്കിൽ സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. കാട്ടിലായിരിക്കും കുറച്ച് സേഫ്. പക്ഷേ നല്ല വ്യൂ ഉണ്ട് ഗൈസ്. ആ പറക്കണ സാധനം പിന്നെ വന്നു ഗൈസ്, കൊണ്ടുപോകണം ആടിനെ. സോ ഗൈസ്, നമുക്ക് ബെഡ് ഉണ്ടാക്കണമെങ്കിൽ ആടിനെ വേണമല്ലോ. ഈ പറക്കണ സാധനങ്ങൾ താങ്ക് യു ബ്രോ, താങ്ക് യു ഗൈസ്. ഇതെന്ത് സാധനം എനിക്കറിയില്ല. പക്ഷേ എന്തായാലും നമ്മൾ അറ്റാക്ക് ചെയ്തില്ല, ആടിനെ അറ്റാക്ക് ചെയ്തു. പക്ഷെ നമുക്ക് എന്തായാലും ഉപകാരമാണ് ഇത് തന്നെ. പറക്കണ സാധനമല്ല, ഇപ്പോൾ അതിനെയും കൊണ്ടുപോയേനെ ഗൈസ്. എന്നാലും ആ സാധനം എങ്ങോട്ടാ പോയേ കാണാനില്ല ഗൈസ്. അതല്ല ടെറാനഡോൺ, അങ്ങനെ എന്തോ സാധനമാണ് ഗൈസ്. മറ്റേ ജുറാസിക് പാർക്കിൽ വന്നിട്ടില്ലേ ഗൈസ്, മറ്റേ ജുറാസിക് പാർക്ക് 3 ലാസ്റ്റ് വന്നിട്ടുണ്ട് ഇത്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഡൈനോസറുകൾ ഇങ്ങനെ വരും ഗൈസ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ടീറക്സ് ഉണ്ട് ഗൈസ്. ടീറക്സിൻ്റെ ഒക്കെ ഒരു ഒറ്റ ബൈറ്റിനുള്ള ഗൈസ് നമ്മൾ അയൺ ആർമർ ഉണ്ടെങ്കിൽ പോലും. സോ ഗൈസ്, നമുക്കപ്പോൾ റിസോഴ്സിൻ്റെ ആവശ്യം ഭയങ്കര കൂടുതലാണ് ഗൈസ്. പിന്നെ ടീറക്സ് മാത്രമല്ല ഗൈസ്, എയ്പെക്സ് ടീറക്സ് എന്ന് പറഞ്ഞാൽ വേറൊരു സാധനം കൂടിയുണ്ട്. അതെന്ന് പറഞ്ഞാൽ ടീറക്സ് തന്നെ, പക്ഷേ കുറച്ചൊരു ഹയർ വെർഷൻ. ഓക്കെ ഗൈസ്, ഇതെന്ത് സാധനം ഇത്? ഓക്കെ ഗൈസ്, ഇത് ഹെർബിയോറാണ്, നമ്മൾ അറ്റാക്ക് ചെയ്യില്ല. ഓക്കെ, ഇത് ആംഗിലോസോറസ് ആണ് ഗൈസ്, ഇതെനിക്കറിയാം. ഓക്കെ, ആ ഡൈനോസറിൻ്റെ പിന്നെ വേറെ വേരിയൻ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്തെങ്കിലും സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കിയെടുക്കാം ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മൾ സ്റ്റോൺ ടൂൾസ് എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കാനോ? സോ ഗൈസ്, നമ്മളിങ്ങനെ സ്റ്റോൺ ടൂൾസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, നമുക്ക് എന്തായാലും അപ്പം ഇനി ബെഡ് വേണം ഗൈസ്. സോ നമുക്ക് എന്തായാലും ഷീപ്പ് ഹണ്ടിങ് പോവാം. അപ്പോൾ നമുക്ക് എൻ്റെ ടൈം ലാപ്സ് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളെല്ലാം ആടിനല്ല ഗൈസ്. അതെന്താ സാധനം ഗൈസ്? എനിക്ക് തോന്നണില്ല അത് സേഫാണെന്ന് ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഓടാം. അപ്പോൾ ഗൈസ്, നമുക്കിപ്പോൾ ബെഡ് ഉണ്ടാക്കാം. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിള്, ബെഡ്. ഓക്കെ, ക്രിയേറ്റ് ചെയ്തു. വൈറ്റ് ബെഡ് മതി, കളറൊന്നും വേണ്ട. ഓക്കെ, ഫർണസ് ഉണ്ടാക്കാം. നമുക്ക് ഫുഡ് വേണം ഗൈസ്. നമ്മളിപ്പോൾ ഏകദേശം ഫുഡ് തീർന്നു. നമുക്കിനി ഓർഡറിൻ്റെ ആവശ്യം വന്നാൽ പോലും ഒന്നും ഉണ്ടാവില്ല. ഓക്കെ ഗൈസ്, ഇനി ഒന്ന് കുക്കായി വരട്ടെ. ഗൈസ്, സ്ഥലമൊക്കെ കൊള്ളാം കേട്ടോ. ഇത് ആംഗലോസോറസ്, വേറെ കാർണിവോസിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ആ ജീവി എനിക്ക് തോന്നുന്നു അത് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ജീവി തന്നെയായിരുന്നു എന്ന്. ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി തടി വെട്ടണം ഗൈസ്. കാരണം നമുക്കൊരു ചെറിയ വീട് വേണം. സോ നമുക്ക് എന്തായാലും അതിൻ്റെ ടൈം ലാപ്സിലേക്ക് പോവാം. സോ ഗൈസ്, നമ്മളങ്ങനെ കുറേ നേരമായിട്ട് തടി വെട്ടിക്കൊണ്ടിരിക്കുവാണ്. എന്തോ ഒരു സൗണ്ട് ഗൈസ്. റാപ്പർ ഗൈസ്, എന്തോ റാപ്പർ നമ്മൾ കല്ലാൻ വരുന്നുണ്ട് ഗൈസ്. ഏത് റാപ്പറാണെന്ന് അറിയില്ല ഗൈസ്, കുറേ റാപ്പർ ഉണ്ട് ഇതിൽ. ഓക്കെ, നല്ല കടിക്കുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ വലിയ ഡൈനോസറിൻ്റെ അടുത്തേക്ക് ഓടാം ഗൈസ്. അതാകുമ്പം നമ്മളത് പ്രൊട്ടക്റ്റ് ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ ഇവന്മാർ തമ്മിൽ തല്ലിവിടുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും. ഓക്കെ, എടാ റാപ്റ്റർ ഓടിപ്പോയി എന്ന് തോന്നുന്നു. ഓ ഇല്ല, അവന്മാർ തമ്മിൽ 1v1 ആയി. പുതിയ അടുത്ത ഡൈനോസറോട് കയറുന്നുണ്ട്. അപ്പോൾ 2v1 ആയി. അങ്ങനെ റാപ്റ്ററിനെ നമ്മുടെ 2 ക്യാബേജുകൾ തല്ലി കൊന്നിട്ടുണ്ട് ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം. വെലോസ് റാപ്റ്റർ ആണ് ഗൈസ്. നമുക്ക് എന്തായാലും ബാക്കി ടൈം ലാപ്സിലേക്ക് പോകാം.
സോ ഗൈസ് നമ്മുടെ വുഡെല്ലാം തീർന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇനി വീടും കൂടി എനിക്ക് മാറ്റി പണിയണമെന്നൊരു പ്ലാൻ ഉണ്ട് ഗൈസ്. കാരണം ആ സ്ഥലം ഒരു സുഖമില്ല. ഞാൻ കുറച്ചുകൂടി നോക്കിയപ്പോൾ വേറെ നല്ല സ്ഥലം കിട്ടി ഗൈസ്. നമുക്ക് എന്തായാലും ഇനി 2 സ്റ്റാക്ക് വുഡും കൂടി ആവശ്യമുണ്ട്. സോ നമുക്ക് എന്തായാലും 2 സ്റ്റാക്ക് വുഡ് എത്ര അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. സോ ഗൈസ് അങ്ങനെ നമ്മൾ 2 സ്റ്റാക്ക് ലോക്ക് തികച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ 2 സ്റ്റാക്ക് ലോക്ക് തികച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ വീടോട് പൊളിച്ചിട്ടാട്ടോ ഗൈസ്. നമ്മുടെ പഴയ വീട് നമ്മൾ പൊളിച്ചെടുത്തു. കാരണം സ്ഥലം ഒരു സുഖം ഉണ്ടായിരുന്നില്ല ഗൈസ്. ഇപ്പം 2 സ്റ്റാക്ക് ലോഗും 28 മറ്റേ പ്ലാങ്കും പിന്നെ ഒരു 2 എക്സ്ട്രാ ലോഗും ഉണ്ട് ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കാം. ചിലപ്പോൾ തികയില്ല കേട്ടോ. മറ്റേ നമ്മുടെ ആദ്യത്തെ ആടിനെ കൊന്നതിന് ഇപ്പോഴും തന്നെ ഉണ്ട് ഗൈസ്. ഓക്കെ സ്ഥലം നമുക്ക് ഞാൻ വേറെ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. നമ്മൾ ഇവിടെയാണ് വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ഗൈസ്. അതാകുമ്പോൾ ഇവിടെ ആകുമ്പോൾ നല്ല വ്യൂവും കിട്ടും, ഏതെങ്കിലും ഡൈനോസറിൻ്റെ അറിയാനും പറ്റും ഗൈസ്. പിന്നെ കടലിൻ്റെ അടുത്താണ്. ഓക്കെ നമുക്ക് എന്തായാലും ഇനി വീഡിയോ ടൈം ലാപ്സിലേക്ക് പോകാം ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മുടെ വീടിൻ്റെ സ്ട്രക്ചറിൻ്റെ പണി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്കിനി കുറച്ച് ഗ്ലാസും പിന്നെ കുറച്ച് വുഡ് കൂടി വേണം ഗൈസ് ഔട്ട്ലൈന്. സോ ഗൈസ് നമുക്ക് എന്തായാലും അത് കിട്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഗൈസ് ചെറിയൊരു പണി കിട്ടി ഗൈസ്. ഞാൻ അത് എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് സ്ലീപ്പ് ചെയ്യാമെന്ന് ഓർത്ത് താഴെ വന്നായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഒരു പെരുത്ത സാധനം പോകണം ഗൈസ്. നിങ്ങൾ കണ്ടു കാണും. സോ ഗൈസ് അതാണ് നമ്മുടെ എയ്പെക്സ് ടിയറക്സ്. അതായത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ്, ടിയറക്സിനേക്കാളും സ്ട്രോങ് ആ സാധനമാണ് നമ്മുടെ അടുത്തേക്ക് വന്നേക്കണേ. അതിൻ്റെ ഒറ്റ ബൈറ്റിന് നമ്മുടെ ഹാർഡ് കോർ ചെയ്യും ഗൈസ്. ഗൈസ് അതിപ്പോൾ എങ്ങോട്ട് പോയത്? ഓക്കെ ഇവിടെ സൈഡിലൊന്നും കാണുന്നില്ല. ഓക്കെ നമുക്ക് ആ ബാക്ക് സൈഡിലൊന്നും പോയി നോക്കാം ഗൈസ്. അവിടെ ആയിരിക്കണം മിക്കവാറും. അവിടെ ഇല്ലല്ലോ. ഗൈസ് ദേ നിൽക്കണു. ദേ പോയി ഗൈസ്. പച്ച കളർ കേട്ടോ. നൈസ്. ഓക്കെ നമുക്കിതിനെ ടൈം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഇത്തിരി കടന്ന കൈയാണ്. ദേ പോയി ഗൈസ്. ഗൈസ് ഇപ്പോൾ കടിച്ചാലും ഗൈസ്. ഓക്കെ ഗൈസ് അത് ഒറ്റ മീറ്റിന് ആ സാധനം ടൈമായി. ഗൈസ് ഈ ഗെയിമിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഡൈനോസറിനാണ് ഗൈസ് നമുക്ക് കിട്ടിയേക്കണേ. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഗൈസ്. അതെന്നെ ഇത് ഇങ്ങനെ ചെയ്യൂലേ? സോ ഗൈസ് നമ്മൾ ഏതോ ഡൈനോസർ തല്ലാൻ വന്നായിരുന്നു. ഏതാണെന്ന് ഞാൻ കണ്ടില്ല. പക്ഷെ ആ ഡൈനോസറിന് ഈ ഡൈനോസർ തല്ലിക്കൊന്നു ഗൈസ്. നൈസ്. ഓക്കെ അത് ഏത് ഡൈനോസറാണ് പറയുന്നത്? ആർത്രോസ് റാപ്റ്റർ ഗൈസ്. അത് വേറെ ഏതോ റാപ്റ്ററാണ്. ഓക്കെ സമയം എന്തായാലും കൊന്നിട്ടുണ്ട്. സോ ഗൈസ് അപ്പോൾ നമുക്കിനി എന്തായാലും നമ്മുടെ സാൻഡും പിന്നെ മറ്റേ വുഡും കളക്ട് ചെയ്യണം ഗൈസ്. സാൻഡ് ഗ്ലാസ് ഉണ്ടാക്കാനാണ്. സോ നമുക്ക് എന്തായാലും അതിന് മുമ്പ് ഇവനിവിടെ നിന്ന് ഇരുത്തണം ഗൈസ്. ഇവൻ്റെ ആവശ്യമില്ല. ഓക്കെ ഇരിക്കണം. സോ ഗൈസ് അപ്പോൾ നമുക്കിനി കുറച്ച് വുഡും ഗ്ലാസും കളക്ട് ചെയ്യാനുണ്ട് ഗൈസ്. നമുക്കത് കിട്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. സോ ഗൈസ് അങ്ങനെ നമ്മൾ കുറച്ച് വുഡും ഗ്ലാസും കളക്ട് ചെയ്യുന്നുണ്ട്. ഗ്ലാസ് അല്ല സാൻഡാണ്. ഗ്ലാസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ് നമുക്ക് ഞാൻ ഗ്ലാസ് ബ്ലോക്ക് ആയില്ല ഗൈസ്. പെയിൻ ആയിട്ടാണ് വെക്കുന്നത്. കാരണം അല്ലെങ്കിൽ മുതലാവില്ല ഗൈസ്. 32 പെയിൻ കിട്ടും. ബാക്കിയുള്ള എല്ലാവരും അവിടെ സ്മെൽറ്റ് ആവട്ടെ ഗൈസ്. നമുക്ക് എന്തായാലും ഇത് വെച്ച് തുടങ്ങാം. നമ്മുടെ ഗ്ലാസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ സൈഡിലൂടെ ഗൈസ് ഇതന്നെ. ഗൈസ് നമ്മുടെ ടിയറക്സ് ടെലിപ്പോർട്ട് അടിച്ചു. ഞാൻ അറിയേണ്ട സിറ്റിൽ നിന്ന് മാറ്റിയായിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ് നമുക്ക് തന്നെ ഇവിടെ സിറ്റ് ആക്കാം. ഓക്കെ ഗൈസ് ഇവിടെ ബിൽഡ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ സാധനമുള്ള കാരണം. ഓക്കെ ഗൈസ് നമുക്ക് തന്നെ എണീപ്പിച്ച് വിടുന്ന മാറ്റാം.
നോക്കാം. ഓ അത് വന്നില്ലല്ലോ, അവിടെ തന്നെ സ്റ്റക്കായി പോയോ? ഗൈസ് നിങ്ങൾക്ക് കാര്യം നമുക്ക് താഴെ ഇറങ്ങിപ്പോൾ. ഓക്കെ ഇങ്ങോടാ. ഓക്കെ ഗൈസ് താഴെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി സീറ്റ് അടിക്കാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെയാണ് ഇറക്കി വിട്ടിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഇത്രയും വലിയ ഡൈനോസർ ഇട്ട് നമ്മുടെ വീട് പൊളിഞ്ഞടിയില്ല ഗൈസ്. എൻ്റെ ആർക്കിടെക്ചറിൻ്റെ ആണ്. സോ ഗൈസ് നമുക്ക് എന്തായാലും ബാക്കി ഡൈനോസിലേക്ക് പോവാം. സോ ഗൈസ് അങ്ങനെ നമ്മുടെ വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ടീറക്സോ അല്ല എന്നാണ് എൻ്റെ പേര്, ഗൈസ് ഐപെക്സ് ടീറക്സിനെ റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാഡിൽ വേണം ഗൈസ്. നമ്മുടെ സാധാ സാഡിലല്ല മൈൻക്രാഫ്റ്റിലെ, ഇതിന് ഡൈനോ സാഡിൽ എന്ന് പറഞ്ഞാൽ വേറെ സാധനം ഗൈസ്. നമുക്ക് അതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അയൺ വേണം. നമ്മുടെ കയ്യിൽ 1 അയൺ ഉണ്ട്. പിന്നെ സ്ട്രിങ് വേണം ഗൈസ് 2 എണ്ണം. പിന്നെ ഡൈനോ ലെതർ അത് നമ്മുടെ കയ്യിലുണ്ട്. സോ ഗൈസ് നമുക്കിനി അയൺ വേണം ഗൈസ്. അതിനുമായി ടോർച്ചൊക്കെ വെച്ച് ലൈറ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഇനി രാത്രി ഹോസ്റ്റൽ ബോംസിൻ്റെ ഒന്ന് കുറവുള്ളൂ. ഓക്കെ ഗൈസ് നമുക്കിനി അയൺ കണ്ടുപിടിക്കണം ഗൈസ്. ഞാനതിൽ അയൺ കിട്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. സോ ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് തന്നെ വേറെ ഡിലോഫോസോറസ് മറ്റേ ആ ചിറകടിക്കുന്ന സാധനം ഗൈസ്, അത് നമ്മൾ ഓടിച്ച് കുഴി ചെന്ന് ചാടിച്ചായിരുന്നു ഗൈസ്. ഓ സ്പൈഡർ ഉണ്ട് ഗൈസ്, നമുക്ക് കൊല്ലാം. ഓക്കെ രണ്ടെണ്ണം ഉണ്ട് സ്ട്രിങ്. 2 സ്ട്രിങ് ഉണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും അപ്പം ഇനി അയണോട് കിട്ടിയാൽ മതി ഗൈസ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അയണും കൂടി മതി. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലായിട്ടുണ്ട്. സ്ട്രിങ് ആയി, ലെതറായി, അതിനോട് വേണം ഗൈസ്. പിന്നെ ഗൈസ് നമ്മുടെ ഈ ഡൈനോസറിൻ്റെ മീറ്റ് തിന്നുമ്പോൾ നമുക്ക് 2 എഫക്റ്റ് കിട്ടുന്നുണ്ട് ഗൈസ്. നമുക്ക് റെസിസ്റ്റൻസും കിട്ടും, സ്ട്രെങ്ത്തും കിട്ടും ഗൈസ്. ഓ മഴ പെയ്തു തുടങ്ങിയില്ല. കുഴപ്പമില്ല ഗൈസ്. ഇത്തിരി ഡള്ളതായാലും നമുക്ക് മോബ്സ് സ്പോൺ ആവില്ലായിരിക്കും. ഓക്കെ ഗൈസ് ഡൈനോസർ അല്ലെങ്കിലും സ്പോൺ ആവും, വേറെ മോബ്സ് സോംബി അങ്ങനത്തെ സാധനങ്ങൾ സ്പോൺ ആവില്ലായിരിക്കും ഗൈസ്. അതാ പറക്കുന്ന സാധനമല്ലേ? അതെ ഗൈസ് നമുക്ക് ഓടാം ഗൈസ്. ആ സാധനം എൻ്റെ അടുത്ത് ചെറുതായിട്ടൊന്ന് വരുന്നുണ്ടായിരുന്നു. ഓ നിക്ക് ഗൈസ്, എൻ്റെ പുറകിൽ ഫുൾ ആർമറുള്ള സോംബി ഉണ്ട് ഗൈസ്. ഫുള്ളാണ് ആർമർ. ഡയമണ്ട് ആണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരുന്നു ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അതിനെ മോളിൽ കയറുന്ന പോലെ ഗൈസ്. അയൺ ഗോലത്തിനൊക്കെ ഉള്ള സെയിം സ്ട്രാറ്റജി. ഓക്കെ നമുക്ക് വെട്ടിക്കൊല്ലാം ഗൈസ്. അത് മറ്റേ ട്രൈസെറാടോപ്സ് ആണെന്ന് തോന്നുന്നു. അല്ല ട്രൈസെറാടോപ്സിൻ്റെ വിങ് അല്ല, അതിൻ്റെ ചുറ്റുമുള്ള അതിങ്ങനെ അല്ലല്ലോ ഇരിക്കണേ. എന്തായാലും ആട്ടെ ഗൈസ്. നമുക്ക് അതിൻ്റെ സോംബിയുടെ എന്നിട്ട് ചെസ്റ്റ് പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ എൻചാൻറ്റഡ് അല്ല, പക്ഷേ ഡ്യൂറബിലിറ്റി ഒട്ടുമില്ല. ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് അതിൽ അയൺ കിട്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. സോ ഗൈസ് അങ്ങനെ നമ്മൾ അയൺ കളക്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. ഈ അയൺ കളക്ട് ചെയ്യാൻ ഭയങ്കര പാടാട്ടോ. ഞാൻ 1.16 അകത്തൊക്കെ എവിടെ പോയാലും അയണായിരുന്നു. ഇപ്പോൾ 1.17 കഴിഞ്ഞാൽ പിന്നെ അയൺ കിട്ടാൻ ഭയങ്കര പാടായി. 1.17 കുഴപ്പമില്ല, 1.18 കഴിഞ്ഞിട്ട്. സോ ഗൈസ് നമുക്ക് എന്തായാലും ഈ അയൺ സ്മെൽറ്റ് ചെയ്യണം ഗൈസ്. 2 അയൺ സ്മെൽറ്റ് ചെയ്യാൻ സമയം എടുക്കില്ല. ഓക്കെ ഇതിനവിടെ ഒരു എല്ലാം കിടക്കണ്ടല്ലോ ഗൈസ്. എടുത്തേക്കാം, ചുമ്മാ ഇട്ടതല്ലേ. ഓക്കെ വല്ല സ്കെൽറ്റനും ചെത്തായിരിക്കും ഗൈസ്. രാവിലെ അല്ല, ഇച്ചിരി മുമ്പ് ഞാൻ സ്ലീപ്പ് ചെയ്തായിരുന്നു. ഓക്കെ 2 അയൺ കിട്ടി, കോളും കൂടി എടുത്തേക്കാം. ഓക്കെ ഡൈനോസാഡിൽ ലെറ്റ്സ് ഗോ ഗൈസ്. ഇത് വെച്ച് ഏത് ഡൈനോസറിൻ്റെ പുറത്തും കയറാട്ടോ ഗൈസ്. മറ്റേ പറക്കുന്ന ഡൈനോസറിന് പറ്റില്ല എന്ന് തോന്നുന്നു. ഓക്കെ എനിക്കടാ സൗണ്ട് കൊള്ളാട്ടോ ഗൈസ്. പിന്നെ പല്ലിൻ്റെ എണ്ണം കുറവുണ്ടല്ലോ. എല്ലാത്തിലും അങ്ങനെയായി. സോ ഗൈസ് അപ്പോൾ നമുക്കിത് സാഡിൽ വെച്ച് കൊടുക്കാം. ഗൈസ് നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ ഗൈസ് ഇതിന്. ഗൈസ് നമ്മളെ ഏപെക്സ് പ്രെഡിറ്ററിൻ്റെ മുകളിലാണ് ഈ ശരിക്കും. നമ്മുടെ ഏപെക്സ് പ്രെഡിറ്ററാണ്, അങ്ങനെയല്ല, നല്ല സൈസ് ഉണ്ട് ഗൈസ്. പിന്നെ നല്ല HP ഉണ്ട് ഗൈസ്. 100 ഹാർട്ട് അങ്ങ് കണ്ടിട്ട് 10 റോയിൽ 10 എണ്ണം വെച്ചിട്ടുണ്ട് ഗൈസ്. 10ൻ്റെ 10 100 എണ്ണം. ഗൈസ് നല്ല ലുക്കും ഉണ്ടാവും. നമ്മുടെ ക്യാമറക്കാരൻ നോക്കണ്ടല്ലോ ഗൈസ്. നമുക്ക് ഇതിൽ വെച്ച് ഹണ്ടിങ്ങിനും പോകാം ഗൈസ്. അതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം ഇത് നമ്മൾ ഹണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളതിന് തൊട്ടായിട്ട് ഓടിയാൽ മതി. അപ്പോൾ ഇതുകൾ തല്ലിക്കോളും. സോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഗൈസ്. ഞാൻ ഇനി മുതൽ കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ നോക്കാം ഗൈസ്. കാരണം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോറേജ് തീർന്നു. അതിനുണ്ട് പ്രാവശ്യം പരീക്ഷയായിരുന്നു ഗൈസ്. ഈ പ്രാവശ്യം പരീക്ഷ കഴിഞ്ഞു, സ്റ്റോറേജ് ഉണ്ട് ഗൈസ്.
അപ്പോൾ കുഴപ്പമില്ല. സോ ഗൈസ് പിന്നെ നമ്മൾ ഇനി വരാൻ പോകുന്ന ഗ്രാനിയുടെ വീഡിയോ കേട്ടോ ഗൈസ്. സോ ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ.